കണ്ണൻ്റെ കഥ കേട്ടാലോ? നാട്ടിലൊരു ചേച്ചി ഊട്ടിയിൽ സെറ്റിൽഡായി. അങ്ങനെ ചേച്ചി ഒറ്റയ്ക്കായി ഒറ്റപ്പെടലായി. അങ്ങനെ കണ്ണനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണന് ഫുഡ് എന്തുണ്ടാക്കിയാലും നിവേദിച്ചിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻറ്റായി. കണ്ണന് സംസാരിക്കണ മാതിരി, ചിരിക്കണ മാതിരി, അങ്ങനെയൊക്കെ ഓരോ ഇതിങ്ങനെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ചേച്ചിയുടെ ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ വന്നപ്പം ചേച്ചിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അടുത്ത വീട്ടിലെ ചേച്ചീനോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ എവിടെ ഇല്ല, ഇവിടെ ഉള്ളത് ശിവൻ്റെ അമ്പലമാണ്, പക്ഷേ കുറേ ദൂരം ഉണ്ട് എന്ന് പറഞ്ഞു. അതെവിടെയാണെന്നും അറിയില്ല. അങ്ങനെ ആ ചേച്ചി അങ്ങനെ അമ്പലത്തിൽ പോയ സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിങ്ങനെ പോരുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പിറന്നാളായിട്ട് എനിക്കൊന്നും തരാൻ കഴിയുന്നില്ല കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നമ്പൂതിരി വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ലാസ്റ്റാണ് കേട്ടോ ഇവർ ചെന്നത്. അവൻ പറഞ്ഞു, അവിടെ നിൽക്കൂ, എന്താ കണ്ണന് നിവേദിച്ചിട്ടുള്ള പഴമുണ്ട്, അതുപോലെ വേറെ പ്രസാദമുണ്ട്, വേറെ ആരോ വഴിപാട് ചെയ്തതാണ്, അത് അവർക്ക് വാങ്ങാൻ വരാൻ പറ്റില്ല, അപ്പോൾ കുട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ ഇങ്ങനെ വരിക അത്രേ. അങ്ങനെ അത് ഓടിപ്പോയി ആ ചേച്ചീൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ കൃഷ്ണഭക്തല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ മനസ്സിൽ തന്നതാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർ വീട്ടിലാരുമില്ല. അപ്പോൾ ഇത് സദ്യയൊക്കെ ഉണ്ടാക്കി, പിറന്നാളല്ലേ എന്നത് സദ്യയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരുങ്ങി ഭഗവാൻ നിവേദിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം പശുക്കൾ ഇവരെ വീടിൻ്റെ ഉമ്പറത്ത് കൂടെ വന്നത്രേ. അത് ഭയങ്കര സ്റ്റെപ്പുകളുള്ള സ്ഥലമാണല്ലോ, കുറേ കയറി വരാനുണ്ടല്ലോ ഇവർ നിൽക്കുന്ന വീടിൻ്റെ അങ്ങോട്ട്. പക്ഷെ അതിലൂടെ കയറി വന്നിട്ട് അപ്പം അതെന്ത് ചെയ്ത് ഈ ഭക്ഷണം മൊത്തം കുറേ ഇവർക്ക് വിളമ്പിയിട്ട് കൊടുത്തു എന്ന്. അപ്പോൾ പശു, കൃഷ്ണൻ്റെ അമ്പലം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ചേച്ചി പറയാം, അതൊക്കെ എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ കഥകളൊക്കെ ഉണ്ടാവില്ലേ, നല്ല രസമായിട്ട് ഇങ്ങനെ കൃഷ്ണനെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. എനിക്കുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കഥ.